ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനുള്ളത് നമ്മുടെ ബാംഗ്ലൂരുള്ള ശ്രീശാന്തി കോളേജിലാണ് കേട്ടോ. നമ്മളുടെ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് BSc നഴ്സിംഗ് അതുപോലെ GNM ഒക്കെ നോക്കാൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ബാംഗ്ലൂർ പഠിക്കാൻ പറ്റിയ ഓൺ ഹോസ്പിറ്റലിലൊരു കോളേജാണ് ശ്രീശാന്തിനി കോളേജ്. അപ്പോൾ നമുക്ക് കോളേജിൻ്റെ മറ്റുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ ഹോസ്റ്റൽ വരുന്നത്. എല്ലാ നഴ്സിംഗ് സ്റ്റുഡൻസും GNM സ്റ്റുഡൻസും എല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസൈഡ് ദി ക്യാമ്പസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ക്യാമ്പസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തരാം. ഒരുപാട് പാരൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും നല്ല കുറഞ്ഞ ഫീസിൽ എന്നാൽ എല്ലാ ഫെസിലിറ്റീസും അപ്ഡേഷൻസും ഉള്ള ഒരു കോളേജ് ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതുപോലുള്ളൊരു കോളേജായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ശ്രീശാന്തി കോളേജ്. കാരണം കോളേജിന് ഓൾമോസ്റ്റ് 32 വർഷത്തെ പഴക്കമുള്ളൊരു കോളേജാണ്. അതുകൊണ്ട് എല്ലാ പേപ്പേഴ്സും എല്ലാ അപ്ഡേഷൻസും എല്ലാം കോളേജിന് ക്ലിയർ ആണ്. മാത്രമല്ല ഓൺ ഹോസ്പിറ്റലുണ്ട്. കൂടാതെ ഒരു 90% സ്റ്റുഡൻസും മലയാളി സ്റ്റുഡൻസാണ് നമ്മളുടെ കോളേജിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കോളേജ് വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ്. അതുപോലെ നമ്മുടെ കോളേജിന് KNC അതുപോലെ INC എല്ലാ വർഷവും അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോണൊക്കെ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പാരൻസിന് ഏറ്റവും അഫോർഡബിൾ ഫീസിന് ചൂസ് ചെയ്യാൻ പറ്റിയൊരു കോളേജാണ് നമ്മുടെ ശ്രീശാന്തി കോളേജ്. ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ ലൈബ്രറി വരുന്നത്. നഴ്സിംഗ് അതുപോലെ GNM, പോസ്റ്റ് BSc അതുപോലെ MSc നഴ്സിംഗ് അതുപോലെ നമ്മുടെ പാരാമെഡിക്കൽ അണ്ടറിൽ വരുന്ന ഡിപ്ലോമ കോഴ്സായ MLT, MIT അതുപോലെ OT-AT ഒക്കെ നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ബുക്സും നമ്മുടെ കോളേജിൻ്റെ ലൈബ്രറിയിൽ തന്നെ അവൈലബിൾ ആണ്. ആണ് നമ്മളുടെ ശ്രീശാന്തിനി കോളേജ് വരുന്നത്. അപ്പോൾ നമുക്കുള്ളിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കി. നമ്മളുടെ ശ്രീശാന്തിനി കോളേജിൻ്റെ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗിൻ്റെ ക്ലാസ് റൂംസ് വരുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസിനെ ലഞ്ചിന് വിട്ടേക്കുന്ന ടൈമാണ്. കുറച്ച് സ്റ്റുഡൻസൊക്കെ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ ലാബ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ അനാട്ടമി ലാബ് വരുന്നത് കേട്ടോ. സ്റ്റുഡൻസിന് പഠിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും നമ്മുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അനാട്ടമി ലാബിൽ ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ BSc നഴ്സിംഗിലെ ലെക്ചറാണ് നമ്മുടെ കോളേജിലെ. അപ്പോൾ സാറ് മലയാളിയാണ് കേട്ടോ. ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്ന സമയത്താണ് സാറിന് കണ്ടത്. അപ്പോൾ സാർ മലയാളീസ് ഇപ്പോഴുള്ളൊരു പാരൻസൊക്കെ ചോദിക്കാറുണ്ട് പുറത്ത് പോകുമ്പോഴൊക്കെ മലയാളി സ്റ്റാഫുകളൊക്കെ ഉണ്ടാവാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് സാറിന് കണ്ടതിൽ. എങ്ങനെയുണ്ട് നമ്മുടെ കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ആക്ച്വലി ഞാൻ ഇവിടെ 2011-15 ഈ സെയിം കോളേജിൽ തന്നെയാണ് പഠിച്ചത്. അതെ, അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പണ്ടോട്ടേ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് വാട്ട് ഓഫ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വി ഫോളോഡ് അപ്പ്. അത് സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതായത് ആൻറ്റി റാഗിങ് കമ്മിറ്റീസ് ഒക്കെ ഉണ്ട്, റാഗിങ് ഫ്രീ ആണ്. പിന്നെ വി ആർ മെയിൻറ്റെയിനിങ് എ ഗുഡ് STR നത്തിങ് ബട്ട് ദ സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ്. അത് എന്തായാലും 100% ഞങ്ങൾ എഫിഷ്യൻസിയോട് കൂടിയാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പം നല്ല ഒരു അഫോർഡബിൾ ഫീസാണ് നമ്മുടെ കോളേജിന് വരുന്നത്. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അതിലേറെ ഒരു ഫെസിലിറ്റീസ് നമുക്ക് കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? എക്സാക്ട്ലി. ജസ്റ്റ് നൗ യു ഹാവ് സീൻ റിഗാർഡിംഗ് അനാറ്റമി ഫിസിയോളജി ലാബ്സ്, അതുപോലെ തന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബ്സ് ഇൻക്ലൂഡിങ് BLS. ഞങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എന്താണോ അക്യൂർ ചെയ്തത് അത് സെയിം തന്നെയാണ് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഐ കംപ്ലീറ്റഡ് മൈ MSc സിൻസ് 2 years. അപ്പോൾ അതിന് റിസർച്ച് ബേസിസ് വഴിയാണ് ഞാൻ പിള്ളേർക്കെല്ലാവരും ടീച്ച് ചെയ്ത് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് മൈ വേ ഓഫ് ടീച്ചിങ്. വേറെ മലയാളി സ്റ്റാഫുകൾ ഉണ്ടോ? ഒരു മലയാളി സ്റ്റാഫ് മാഡം ഉണ്ട്. നിയർ ബൈ ദിസ് ക്യാമ്പസ് ഉള്ളു. ക്യാമ്പസ് നല്ല ഭയങ്കര ക്യാമ്പാണല്ലേ? മീൻസ് ബാംഗ്ലൂർ സിറ്റി നിന്ന് ഇത്തിരി ഉള്ളിലാണ്, അതുകൊണ്ടാണ് ഇത്രയും സൈലന്റ്. ഓക്കെ സാർ, എന്തായാലും താങ്ക് യു സോ മച്ച്. ആണ് നിൽക്കുന്നത് ശ്രീശാന്തി കോളേജിൽ BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിന് കൂടെയാണ്. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് കോളേജിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ. എന്തായിരുന്നു പേര്? ലക്ഷ്മി. എവിടെ നിന്നായിരുന്നു? പത്തനംതിട്ട. പേരെന്തായിരുന്നു? അമിത. എവിടെ നിന്നായിരുന്നു? പത്തനംതിട്ട തന്നെയായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് കോളേജൊക്കെ? കോളേജ് അത്യാവശ്യം നല്ല കോളേജ് തന്നെയാണ്. ഏകദേശം എല്ലാ ഫെസിലിറ്റീസും നല്ല പഠിപ്പീരും എല്ലാം
ഏകദേശം നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ട്. അതായത് ഫീസ് കുറച്ച് ഫീസ് കുറവുള്ള കോളേജ് കോളേജാണ്. അതനുസരിച്ചുള്ള എല്ലാ രീതിയിലുള്ള അതെ. ഫെസിലിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? മറ്റുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട് കോളേജിൽ? ആക്ടിവിറ്റീസ് ഇവിടുത്തെ പ്രോഗ്രാം വെച്ചാണേലും നല്ല പ്രോഗ്രാമാണ്. ആണല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എല്ലാ വർഷം കിട്ടാറുണ്ട്? എല്ലാ വർഷവും കിട്ടാറുണ്ട്. ഓക്കെ, എങ്ങനെ ഫ്രീഡവും കാര്യങ്ങളൊക്കെ? ഫ്രീഡം ഇവിടെ ഇവിടുത്തെ ഹോസ്റ്റലിൽ ഇച്ചിരി ഫ്രീഡം കുറവാണ്. ബട്ട് ഔട്ട്സൈഡിലുള്ളതാണ് ഓക്കെയാണ്. എന്നാലും ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ അതെ, അതിന്റെ ഒരു സ്ട്രിക്റ്റ് എന്തായാലും ഉണ്ടാവും. ഉണ്ടല്ലോ. എങ്ങനെയാണ് നിങ്ങൾ കോളേജിലേക്ക് ആക്സസ് ഇപ്പം ചെയ്യാറുള്ളത്? ഡയറക്റ്റ് നമുക്ക് മജിസ്ട്രിക്കിൽ നിന്ന് ഇങ്ങോട്ട് ബസ് കിട്ടും. ഇവിടെ നമ്മുടെ റോഡ് സൈഡിൽ തന്നെ ബസ് കോളേജിന്റെ മുമ്പ് തന്നെ അതായത് കോളേജിലേക്ക് ആക്സസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഈസിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാ രീതിയിലും കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് അല്ലേ? ഓക്കെ, എക്സാം എല്ലാം ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ റിസൾട്ടിന് വെയിറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പൊ എനിവേ താങ്ക് യു. വെൽക്കം. ഇപ്പോൾ ബാംഗ്ലൂർ BSc നഴ്സിംഗിന് ലോ പാക്കേജ് കോളേജിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ശ്രീശാന്തിനി കോളേജ് ചൂസ് ചെയ്യാം. കാരണം എല്ലാ രീതിയിലുള്ള അഫിലിയേഷൻസ് നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. INC KNC കൂടാതെ ഓൺ ഹോസ്പിറ്റൽ നമ്മുടെ കോളേജിൽ വരുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റീസും നമ്മുടെ കോളേജിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും അതുപോലെ ഓൺ ഹോസ്പിറ്റൽ എല്ലാം കൊടുക്കുന്ന ഒരു കോളേജും കൂടിയാണ് നമ്മുടെ ശ്രീശാന്തിനി കോളേജ്. അതുകൊണ്ട് +2 കഴിഞ്ഞ കുട്ടികൾക്ക് BSc നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.